ഹായ്, ഞാൻ അനുദീപ്. ഈ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ അതിനർത്ഥം നിങ്ങളൊരു സ്വപ്നത്തിലേക്കുള്ള യാത്രയിലാണെന്നാണ്. എന്താണ് ആ സ്വപ്നം? ഒരു ഗവൺമെന്റ് ജോലി. 2025-26 ധാരാളം അവസരങ്ങൾ വരാൻ പോവുകയാണ്. ആ അവസരങ്ങൾ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഒരു സ്റ്റേബിളായ ലൈഫ്, സ്ഥിരമായ വരുമാനം, സമൂഹത്തിൽ സ്ഥാനം, നല്ല പദവി, ഇതൊക്കെയുള്ള ഒരു ഗവൺമെന്റ് ജോലി PSC വഴി നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ ഓരോരുത്തരും. ആ സ്വപ്നത്തിന് പുറകെയുള്ള നിങ്ങളുടെ യാത്രയിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് പ്രധാനമായിട്ടും ആങ്സൈറ്റിയും ടെൻഷനും പേടിയൊക്കെയാണ്. കുറെ മണിക്കൂറുകൾ നമ്മളിരുന്ന് പഠിക്കേണ്ടി വരും, കുറെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. മറ്റുള്ളവർ അടിച്ചു പൊളിക്കുമ്പോൾ ആ സമയം നമ്മൾ പഠനത്തിന് വേണ്ടി മാറ്റിവെക്കണം. വലിയ സിലബസ് ആണുള്ളത്, ആ സിലബസ് ഒക്കെ പഠിച്ച് തീർക്കണം. ഇതിനേക്കാൾ ഉപരി നിങ്ങളെ അലട്ടുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഈ പരീക്ഷയൊക്കെ നമ്മൾ വിചാരിച്ചാൽ പഠിച്ച് പാസ്സാവാൻ പറ്റുമോ എന്നുള്ള സെൽഫ് ഡൗട്ടാണ്. നമ്മളെ തന്നെ സംശയിക്കും, നമുക്ക് ഇതിനൊക്കെയുള്ള കഴിവുണ്ടോ, നമ്മളൊക്കെ ഇത് കൂട്ടിയാൽ കൂടുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ. നിങ്ങളൊരു വർക്കിംഗ് കാൻഡിഡേറ്റോ അല്ലെങ്കിൽ ഒരു വീട്ടമ്മ, ഹൗസ് വൈഫോ ആണെങ്കിൽ ഇതിന്റെ ഒരു ഇന്റൻസിറ്റി 10 ഇരട്ടിയായിരിക്കും. എനിക്കറിയാം, ബിക്കോസ് നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്ന ഈ ഒരു ഘട്ടത്തിൽ കൂടെ ഞാനും കടന്നു പോയിട്ടുണ്ട്. ഞാനും എന്നെ തന്നെ സെൽഫ് ഡൗട്ട് ചെയ്തിട്ടുണ്ട്. ഗവൺമെന്റ് ജോലി എന്ന് പറയുന്ന ആ ഒരു സ്വപ്നം നേടിയെടുത്തിട്ടുള്ള എല്ലാവരും കടന്നു പോയിട്ടുള്ള ഒരു ഫേസ് മാത്രമാണിത്. പക്ഷേ ഇതിനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. അങ്ങനെ ഓവർകം ചെയ്തവരാണ് PSC ഉദ്യോഗാർത്ഥി അല്ലെങ്കിൽ ആസ്പിരന്റ് എന്നുള്ള നിലയിൽ നിന്നും PSC ഉദ്യോഗസ്ഥൻ, ഒരു ബ്യൂറോക്രാറ്റ് എന്നുള്ള നിലയിലേക്ക് മാറിയിട്ടുള്ളത്. സോ എങ്ങനെയാണ് ഈ ഒരു ക്രൈസിസിനെ, പ്രതിസന്ധിയൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് നമുക്ക് മോട്ടിവേറ്റഡ് ആയിട്ട് പഠിക്കാൻ പറ്റുന്നത്? പറഞ്ഞുതരാം. 2025-26 എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആണ്. ബിക്കോസ് എക്സൈസ് ഇൻസ്പെക്ടർ, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. SBCID, പിന്നെ 10th plus 2 ലെവൽ പരീക്ഷകൾ ധാരാളം വരുന്നുണ്ട്. നല്ലൊരു സർക്കാർ ജോലി PSCയിൽ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണിത്. ഈ ഒളിമ്പിക്സിന്റെ വേദിയിൽ പണ്ട് എഴുതി വെച്ചിട്ടുള്ള ഒരു സ്ലോഗൻ ഉണ്ട്, ഓപ്പർച്യൂണിറ്റിയുടെ നിഴലാണ് ടെൻഷൻ എന്നുള്ളത്. വെറും ഷാഡോ മാത്രമാണ്. യാഥാർത്ഥ്യം എന്ന് പറയുന്ന ഓപ്പർച്യൂണിറ്റിയാണ്. അതിന്റെ ഒരു ഷാഡോ, നിഴൽ മാത്രമാണ് നിങ്ങൾ പരിഹരിക്കുന്ന ടെൻഷൻ. ഓപ്പർച്യൂണിറ്റി കൂടുന്നതനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിന്റെ വലുപ്പം അനുസരിച്ച് നിഴലും കൂടുമല്ലോ. പക്ഷെ ഇതിൽ റിയൽ എന്ന് പറയുന്ന ആ ഓപ്പർച്യൂണിറ്റി മാത്രമാണ്. ആ ഓപ്പർച്യൂണിറ്റിയെ എങ്ങനെയാണ് സ്മാർട്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക? എന്റെ ജേർണിയിൽ എനിക്ക് ഒത്തിരി ഉപകാരപ്പെടുകയും ആയിരക്കണക്കിന് കുട്ടികൾക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുത്ത് അവർക്കും ലൈഫിൽ യൂസ്ഫുൾ ആവുകയും ചെയ്തിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ടെക്നിക്സ് മാത്രമാണ് ഇനി പറയാൻ പോകുന്നത്. ഇത് വള്ളിപുള്ളി വിടാതെ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. ഒന്നാമത്തെ ചോദ്യം, എങ്ങനെയാണ് മോട്ടിവേറ്റഡ് ആയി പഠിക്കേണ്ടത്? നിങ്ങൾ ഒരൊറ്റ കാര്യം ആദ്യമേ തന്നെ ചെയ്യുക. പഠനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യുക. നിങ്ങളുടെ മാതാപിതാക്കൾ, പേരൻസ്, നിങ്ങൾക്ക് വേണ്ടി ലൈഫിൽ ചെയ്തിട്ടുള്ള സാക്രിഫൈസസ് ഒന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്തേ. ഒരു 5 എണ്ണം എഴുതി വെച്ചാൽ മതി. പഠിക്കാനുള്ള മോട്ടിവേഷൻ താനെ വന്നോളും. ബിക്കോസ് നമ്മളുടെ വിജയത്തിന് അല്ലെങ്കിൽ നമ്മുടെ സുരക്ഷിതമായ ഒരു ഭാവിക്ക് വേണ്ടിയാണ് അവർ അത്രയും കഷ്ടപ്പെട്ടിട്ടുള്ളത്. സോ നിങ്ങൾ ജോലി നേടിയെടുക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളോടുള്ള ഉത്തരവാദിത്തം മാത്രമല്ല, നിങ്ങളുടെ പേരൻസിനോടും കൂടിയുള്ള ഉത്തരവാദിത്തമാണ്. അത് തിരിച്ചറിയുക. രണ്ടാമതായി നിങ്ങൾ ചെയ്യേണ്ടത്, എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഈ ഒരു ജേർണി, ഈ ഒരു യാത്രയിലേക്ക് ഇറങ്ങി തിരിച്ചു എന്നുള്ളൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് വേണം. ഇപ്പൊ പല ആൾക്കാർക്കും ഒരു ഗവൺമെന്റ് ജോബ് എന്ന് പറയുന്നത് സർവീസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയുള്ള തീക്ഷ്ണമായ ഒരു ആഗ്രഹമാണ്. മറ്റു ചിലർക്ക് അതിനോടൊപ്പം സാമ്പത്തികമായ ഒരു സ്റ്റെബിലിറ്റി വേണം എന്നുള്ള ആഗ്രഹം. ഇപ്പം ചില ആൾക്കാർക്ക് സാമ്പത്തികമായി നല്ല സ്ഥിതിയുള്ള ആൾക്കാരായിരിക്കും, പക്ഷെ അവർക്ക് ഗവൺമെന്റ് ജോലി കൊണ്ട് നേടിയെടുക്കേണ്ടത് സമൂഹത്തിൽ നല്ലൊരു പദവിയാണ്, അല്ലെങ്കിൽ പവർഫുൾ ആയ ഒരു ജോലിയാണ്. ഇപ്പൊ എക്സൈസ് ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ എന്നൊക്കെ പറയുന്നത് പവർഫുൾ ആയ ഒരു എക്സിക്യൂട്ടീവ് പൊസിഷൻ ആണ്. സോ നിങ്ങളുടെ വൈ, എന്തിനാണ് നിങ്ങൾ ഈ കഷ്ടപ്പെട്ട് പഠിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് കൃത്യമായ ഒരു ക്ലാരിറ്റി വേണം. അത് മനസ്സിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് മൈൻഡിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ ഓരോ പുസ്തകത്തിനെയും ഓരോ പേജും വായിക്കാൻ. ഇനി പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ കൃത്യമായ ഒരു സ്ട്രാറ്റജി, ഒരു തന്ത്രത്തിൽ കൂടെ തന്നെ പഠിക്കുക. ഒരു യുദ്ധത്തിന് പോകുമ്പോൾ നമ്മൾ ചുമ്മാ വലിച്ചുവാരി വെടിവെച്ചിട്ട് പോകുന്നതിന്റെ കാര്യമില്ല. നമുക്ക് കൃത്യമായിട്ടുള്ള യുദ്ധതന്ത്രം, സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം. ഇവിടെ സിലബസിന്റെ വലിപ്പം കണ്ട് നിങ്ങൾ പേടിക്കരുത്. ബേബി സ്റ്റെപ്സ് എടുക്കുക. ഒരു കൊച്ചു കുഞ്ഞ് നടന്നു തുടങ്ങുന്നത് എങ്ങനെയാണ്? മുട്ടിലെഴിയും, പിന്നെ 2 കാലിൽ നടക്കും, ഇടയ്ക്ക് വീഴും, പിന്നെ എഴുന്നേക്കും, പിന്നെ നടക്കും. ഉസൈൻ ബോൾട്ട് സഹിതം ആ ഒരു പ്രോസസ്സിൽ കൂടെ പോയിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറെ പഠിക്കാനുണ്ട്. ഇതൊക്കെ എപ്പം പഠിച്ച് തീരും അയ്യോ എന്ന് നിലവിളിക്കുന്നതിന് പകരം ദിവസം ഒരു പേജ് പഠിച്ചു തുടങ്ങുക. ബിക്കോസ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ സമയമുണ്ട്. അടുത്ത വർഷമാണ് പരീക്ഷകൾ വരാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ചെറിയ ചെറിയ സ്റ്റെപ്പുകൾക്ക് ഫ്യൂച്ചറിൽ നമ്മുടെ ലൈഫിനെ മൊത്തത്തിൽ മാറ്റിമറിക്കാനുള്ള ഭയങ്കര പവർ ഉണ്ട്. അതിനോടൊപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വലിച്ചുവാരി പഠിക്കരുത്.
നമുക്ക് സിലബസ് തന്നെ അത്യാവശ്യം വലിയ സിലബസ് ആണ്, നല്ല ഡെപ്ത് ഉള്ള സിലബസ് ആണ്. സിലബസ് പ്രിന്റ് ഔട്ട് എടുക്കുക. നിങ്ങൾ ഏത് പരീക്ഷയാണോ ലക്ഷ്യം വെക്കുന്നത് അതിന്റെ സിലബസ് പ്രിന്റ് ഔട്ട് എടുത്തതിനു ശേഷം അത് നിങ്ങളുടെ ഭിത്തിയിലോ എവിടെയെങ്കിലും ഒട്ടിച്ചു വെക്കുക. ഡെയിലി അതൊരു വട്ടം സ്കാൻ ചെയ്തതിനു ശേഷം മാത്രം പഠിക്കാനിരിക്കുക. ബിക്കോസ് നിങ്ങൾ ന്യൂസ് പേപ്പേഴ്സ്, പത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ ഈ സിലബസിനകത്തുള്ള കീവേഡുകൾ പത്രങ്ങളിൽ കാണുമല്ലോ. അപ്പൊ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ, സിലബസിനകത്തുള്ള ഒരു കാര്യം ഞാൻ പത്രത്തിൽ കണ്ടെത്തി. നിങ്ങൾ അത് പഠിക്കാതെ നോട്ട് എഴുതുക. അതിനോടൊപ്പം നിങ്ങൾ കാണുന്ന എല്ലാ കാര്യത്തിലും സിലബസിനെ ലിങ്ക് ചെയ്യാൻ ശ്രമിക്കുക. ഉദാഹരണം കാലാപാനി സിനിമ കാണുമ്പോൾ അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെടുത്തി പഠിക്കാൻ ശ്രമിക്കുക. മമ്മൂട്ടിയുടെ അംബേദ്കർ സിനിമ കാണുമ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെടുത്തി അതിനെ പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെ പഠനം രസകരവും എൻഗേജിങ്ങും ആക്കണം. എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നൊക്കെയുള്ള കൃത്യമായ സ്ട്രാറ്റജി നമ്മുടെ ചാനലിൽ ധാരാളം വീഡിയോസിൽ കൂടെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കൃത്യമായി മനസ്സിലാവും. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ട്രയാങ്കിൾ അപ്രോച്ച്. ട്രയാങ്കിളിന്റെ ഉള്ളിൽ എത്താനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. എന്താ ട്രയാങ്കിൾ അപ്രോച്ച്? ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു 10 ലക്ഷം പേര് ഒരു പരീക്ഷ എഴുതുന്നെങ്കിൽ അതിൽ റിയൽ കോമ്പറ്റീഷൻ, യഥാർത്ഥ മത്സരം സംഭവിക്കുന്നത് ഒരു 10,000-15,000 ആൾക്കാർക്കിടയിൽ മാത്രമായിരിക്കും. ബിക്കോസ് അവര് മാത്രമാണ് സിലബസ് പ്രോപ്പറായി പഠിക്കുന്നതും റിവിഷൻ നടത്തുന്നതും പ്രാക്ടീസ് ചെയ്യുന്നതും. എല്ലാവരും സിലബസ് പഠിക്കും, പക്ഷെ എത്ര ആൾക്കാർ റിവിഷൻ നടത്തും? അതിലും കുറച്ച് ആൾക്കാർ മാത്രമേ പ്രാക്ടീസ് നടത്തുള്ളൂ. ഒരു ഉദ്യോഗാർത്ഥി എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ലക്ഷ്യം റാങ്ക് അടിക്കലല്ല, ഈ ട്രയാങ്കിളിന്റെ ഉള്ളിലേക്ക് വരലാണ്. ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ട്രയാങ്കിൾ അപ്രോച്ച് ഫോളോ ചെയ്യലാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റിലേക്ക് നിങ്ങൾ ഓട്ടോമാറ്റിക്കായി എത്തിക്കുള്ളൂ. അതൊരു സൈഡ് എഫക്ട് മാത്രമാണ്. പ്രോപ്പറായി പഠിക്കുകയും പഠിക്കുന്നത് റിവിഷൻ നടത്തുകയും അത് ക്വസ്റ്റ്യൻസിൽ കൂടെ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു അപൂർവ സൃഷ്ടിയാണ്. ആ ഒരു അത്തരത്തിലുള്ള വിദ്യാർത്ഥിയാവാൻ നിങ്ങൾക്ക് പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കായി ടോപ്പ് റാങ്കിലേക്ക് എത്തിക്കോളും. അനുഭവം ഗുരു. ഞങ്ങളുടെ ബാച്ചുകളും ലക്ഷ്യം വയ്ക്കുന്നത് അത് തന്നെയാണ്. ഒരു ഉദ്യോഗാർത്ഥിയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അയാളെ നന്നായി ഇൻഡെപ്ത് ഇരുത്തി പഠിപ്പിക്കണം. റിവിഷൻ ക്ലാസ്സുകൾ ഞങ്ങൾ കൊടുക്കും, അതിനോടൊപ്പം പ്രാക്ടീസ് സെഷൻസും കൊടുക്കും. പക്ഷേ ഒരു വിദ്യാർത്ഥിയോട് ആത്മാർത്ഥമായി ശ്രമിച്ചെങ്കിൽ മാത്രമേ ഈ റിസോഴ്സസ് ഒക്കെ കൃത്യമായി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദിവസവും നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഗവൺമെന്റ് ജോലിയിലേക്ക് ലാൻഡ് ചെയ്യുന്നതായിട്ടും ആ ഒരു ID കാർഡ് ഇടുന്നതായിട്ടും ഒക്കെ വിഷ്വലൈസ് ചെയ്യുക. ഇനി വിഷ്വലൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് അഡ്വൈസ് ലെറ്റർ ഒന്നും വീട്ടിലേക്ക് അയച്ചു കിട്ടില്ല. PSC വെബ്സൈറ്റിനകത്തായിരിക്കും അത് കിട്ടുക. അപ്പൊ അവിടെ നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്യുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. വിഷ്വലൈസേഷൻ ഈസ് എക്സ്ട്രീംലി പവർഫുൾ. നമ്മൾ അത്രത്തോളം തീവ്രമായി ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം, അത് നമ്മൾ ഓൾറെഡി നേടിയെടുത്തതായി നമ്മൾ ഡെയിലി ഒരു 5 മിനിറ്റോ മറ്റോ കണ്ണടച്ചൊന്ന് വിഷ്വലൈസ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന അത് നേടിയെടുത്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, അല്ലെങ്കിൽ ഒരു സംതൃപ്തി, ഒരു സന്തോഷം, ഒരു സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെന്റ്, അതൊക്കെ നിങ്ങൾ ഇപ്പോൾ തന്നെ സിമുലേറ്റ് ചെയ്യുക. അല്ലാതെ കിട്ടിക്കഴിഞ്ഞിട്ടല്ല സിമുലേറ്റ് ചെയ്യേണ്ടത്, അതിന് മുമ്പ് തന്നെ നിങ്ങൾ അതൊക്കെ ഫീൽ ചെയ്യണം. വളരെ പവർഫുൾ ആയിട്ടുള്ള എക്സസൈസ് ആണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പല ആൾക്കാർ ഇതിനെ വിളിക്കാറുണ്ട്. പക്ഷെ ഇത് ഒളിമ്പിക്സിൽ സഹിതം അല്ലെങ്കിൽ സ്പോർട്സ് കാർ റേസിംഗിൽ സഹിതം ഉപയോഗിക്കുന്ന ഒരു സൈക്കോളജിക്കൽ എക്സസൈസ് ആണ്. എന്റെ ലൈഫിനെ വളരെയധികം മാറ്റിമറിച്ചൊരു കാര്യമാണ് വിഷ്വലൈസേഷൻ എക്സസൈസ്. സോ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ നിങ്ങളുടെ പഠനം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഉറപ്പായും ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ്. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ. നിങ്ങൾ ഒരു എക്സാം അല്ല എഴുതുന്നത്, നിങ്ങളുടെ സ്റ്റോറി തന്നെയാണ്. ഞാൻ എൻ്റെ ഒരു പ്രിപ്പറേഷൻ അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സാം ജേർണി സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പ് ഞാൻ എന്നോട് തന്നെ പറഞ്ഞൊരു കാര്യമാണ്, ഇതൊരു സ്റ്റോറിയാണ്. ഇത് ട്രാജഡി ആവണോ കോമഡി ആവണോ എന്ന് തീരുമാനിക്കേണ്ടത് മറ്റാരുമല്ല ഞാൻ തന്നെ ആയിരിക്കണം. ഫുൾ റെസ്പോൺസിബിലിറ്റി ഞാൻ തന്നെയാണ് ഏറ്റെടുത്തത്. എനിക്ക് ആ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ഒരിക്കലും എക്സാമിനറെ കുറ്റം പറയാനോ അല്ലെങ്കിൽ ചോദ്യങ്ങളെ കുറ്റം പറയാനോ അല്ലെങ്കിൽ സാഹചര്യങ്ങളെ കുറ്റം പറയാനോ പോകത്തില്ല. അതിന് ഫുൾ റെസ്പോൺസിബിലിറ്റി എനിക്ക് തന്നെ ആയിരിക്കും എന്നുള്ള ഒരു അക്കൗണ്ടബിലിറ്റി, ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് നമ്മളൊരു പഠനം ആരംഭിക്കുമ്പോഴത്തേക്കും അതിന്റെ പവർ ഡിഫറെന്റ് ആവും. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ റെസ്പോൺസിബിൾ ആവും, നേടിയെടുത്തേ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യം നമ്മുടെ മനസ്സിലേക്ക് വരും. സോ നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട ഒരൊറ്റ കാര്യമാണ്, ഇഷ്ടം പോലെ നെഗറ്റീവ് ഫോഴ്സുകൾ അല്ലെങ്കിൽ നമ്മളെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന ശക്തികൾ നമ്മുടെ ചുറ്റുമുണ്ട്. അതിനെ മൈൻഡ് ചെയ്യേണ്ട. നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. നിങ്ങൾ നിങ്ങളുടെ സ്റ്റോറിയാണ് എഴുതുന്നത്. അത് കോമഡി ആവണോ ട്രാജഡി ആവണോ എന്താ വേണ്ടതെന്നുള്ളത് നിങ്ങളുടെ മാത്രം ഡിസിഷനാണ്. നിങ്ങളാണ് നിങ്ങളുടെ വിധിയുടെ സൃഷ്ടാവ്. ഈ ഒരു യാത്രയിൽ എങ്ങനെയാണ് ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കുക? ഉറപ്പായും യൂട്യൂബ്, ടെലിഗ്രാം ചാനൽസ് വഴി നിങ്ങൾക്ക് ഫ്രീ കണ്ടന്റുകളും മോട്ടിവേഷൻ ക്ലാസ്സുകളും കിട്ടുന്നതാണ്. ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ടെലിഗ്രാം ഫാമിലി മെമ്പേഴ്സ് ആവുക. ഡെയിലി അവിടെ തരുന്ന ഫ്രീ മോക്ക് ടെസ്റ്റ് നിങ്ങളുടെ പഠന നിലവാരത്തെ വളരെയധികം ഓഗ്മെന്റ് ചെയ്യും. അതിനോടൊപ്പം സെലക്ടഡ് ക്ലാസ് നോട്ട്സ് ഒക്കെ അവിടെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരുന്നുണ്ട്. ഇതിനോടൊപ്പം
അടുത്ത വർഷം വരാൻ പോകുന്ന പരീക്ഷകൾ എക്സൈസ് ഇൻസ്പെക്ടർ, കമ്പനി പോർട്ട്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷകൾക്കൊക്കെയുള്ള ബാച്ചുകൾ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രിലിംസ് ബാച്ചുകളുണ്ട്, എക്സൈസ് ഇൻസ്പെക്ടർ പ്രിലിംസ് പ്ലസ് മെയിൻസ് ബാച്ചുകളുണ്ട്. ഓരോ സബ്ജക്റ്റും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ട്രയാങ്കിൾ അപ്രോച്ച് ഉപയോഗിച്ച് തന്നെ നിങ്ങളെ പഠിപ്പിക്കും. പുതിയ പാറ്റേണിൽ PSC പരീക്ഷകൾ ക്രാക്ക് ചെയ്താണ് ഞാനൊരു റാങ്ക് ഹോൾഡർ ആയത്. എനിക്ക് കിട്ടിയ എക്സൈസ് ഇൻസ്പെക്ടർ ജോലി പോലും ഉപേക്ഷിച്ച് ഞാൻ ടീച്ചിങ്ങിൽ നിൽക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ഒരു മിഷനാണ്. ഒന്നുകിൽ ഫ്രീ ആയി അല്ലെങ്കിൽ അഫോർഡബിൾ ഫീസ് സ്ട്രക്ചറിൽ ഹൈ ക്വാളിറ്റി ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. സോ ഞങ്ങളുടെ ക്ലാസ്സിന്റെ ഡെമോ ക്ലാസ്സസ് നിങ്ങൾക്ക് പ്രോ ആക്റ്റീവായിട്ട് ഞങ്ങൾ അങ്ങോട്ട് തരും. നിങ്ങൾ ചോദിച്ചില്ലെങ്കിൽ പോലും ടെലിഗ്രാമിൽ എൻക്വയറി നടത്തുമ്പോൾ ഞങ്ങൾ ഡെമോ ക്ലാസ്സുകൾ അയച്ചു തരും. അത് കാണുക. ബിക്കോസ് ഞങ്ങൾക്ക് മറ്റ് പരസ്യങ്ങൾ ഒന്നുമില്ല. ക്ലാസ്സിന്റെ ക്വാളിറ്റിയും കുറെ റാങ്ക് ഹോൾഡേഴ്സും മാത്രമാണ് നമുക്കുള്ളത്. പരസ്യം ചെയ്യാൻ ഞങ്ങൾക്ക് ആക്ച്വലി വലിയ പിടിയില്ല. ഒരു ടോപ്പ് റാങ്കിലേക്ക് എത്തണം എന്ന തീക്ഷ്ണമായ ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഉറപ്പായും ഞങ്ങളുടെ അഫോർഡബിൾ ബാച്ചസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അവസാനമായി എനിക്ക് നിങ്ങളുടെ സൈഡിൽ നിന്ന് വേണ്ടത് ഒരു കാര്യമാണ്. കമന്റ് ചെയ്യാം. നിങ്ങളുടെ വൈ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു എക്സാമിന് വേണ്ടി കഷ്ടപ്പെട്ട് തയ്യാറെടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ളത് കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. അത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയാണോ, അല്ലെങ്കിൽ പവറിന് വേണ്ടിയാണോ, പ്രിവിലേജിന് വേണ്ടിയാണോ, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണോ, എന്തിനാണെന്നുള്ളത് കമന്റ് സെക്ഷനിൽ പറയൂ കേട്ടോ. അടുത്ത വീഡിയോ ഏത് ടോപ്പിക്കിൽ വേണമെന്ന് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. സോ ഓൾ ദി വെരി ബെസ്റ്റ്. അടുത്ത വർഷം റാങ്ക് ലിസ്റ്റിൽ നമ്മുടെ പേര് വന്നിരിക്കണം.